ഇവിടെയൊക്കെ വേലി കെട്ടി തിരിച്ചേക്കുവാണ്. അതുപോലെ പാർക്കിങ്ങിലെല്ലാം പോലീസാണ്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല 2000 രൂപ ഫൈൻ എന്നാണൊക്കെ പറഞ്ഞത്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നൊന്നും അറിയത്തില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കോഴിക്കോടിൻ്റെ പുതിയ മുഖം കാണാൻ വേണ്ടിയിട്ട് ആരും ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞ് വരണ്ട. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കോഴിക്കോടിൻ്റെ പുതിയ മുഖം കാണാൻ വേണ്ടിയിട്ട് ആരും ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞ് വരണ്ട. കാരണം ഇവിടെയൊക്കെ വേലിയിട്ട് തിരിച്ചേക്കാണ്. അപ്പോൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്യുകയും അതുപോലെ ഇതിലേക്ക് ഇറങ്ങി കിടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞുള്ളൂ. പക്ഷേ ഇവിടെ കളക്ടർ അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ആൾക്കാർക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രി നിഷേധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കംപ്ലീറ്റ് വേലിയിട്ടിരിക്കുകയാണ്. മാത്രമല്ല 2 സൈഡിലും അവിടെ പോലീസുകാരുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വാഹനം പാർക്ക് ചെയ്യാൻ പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോടിൻ്റെ പുതിയ മുഖം കാണാൻ വരുന്നവർ ശ്രദ്ധിക്കുക, ഇവിടെ എൻട്രി ഇല്ല. അതുകൊണ്ട് ആരും തിരക്ക് പിടിച്ച് കോഴിക്കോട് കാണാൻ, പുതിയ മുഖം കാണാൻ ഇങ്ങോട്ട് വരണ്ട. അപ്പം കോഴിക്കോടിൻ്റെ പുതിയ മുഖം കാണാൻ വന്ന ശരിക്കും മൂഞ്ചിപ്പോയി. അപ്പോൾ ഞങ്ങൾ പോലീസുകാരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഉദ്ഘാടനം ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷേ ഇത് തുറന്നു കൊടുത്തിട്ടില്ല, ഓപ്പൺ ആക്കിയിട്ടില്ല. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ, ഇപ്പോൾ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആക്കാത്തത്. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയ സ്ഥിതിക്ക് ആരും ഓടിപ്പാഞ്ഞ് കോഴിക്കോടിൻ്റെ പുതിയ മുഖം കാണാൻ ഇങ്ങോട്ട് വരണ്ട. അപ്പം ഉള്ള വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾ തൽക്കാലം തൃപ്തിപ്പെടുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വേറൊരു ദിവസം കാണാം. അപ്പോൾ തൽക്കാലം കോഴിക്കോട് നിന്ന് വിട പറഞ്ഞുകൊണ്ടത് മൂൺ മേക്കിംഗ് ഷൈബിൻ.